നമസ്കാരം. ഇതുപോലെ ഈ അമ്മമാർക്കായാലും അച്ഛന്മാർക്കായാലും ആർക്കാണെങ്കിലും മുട്ടുവേദന, അതുപോലെ തന്നെ നീര് കൂടുതലായിട്ട് വരിക, വീഴുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മയൊന്ന് വീണായിരുന്നു. ഇത് കണ്ടോ, ഈ ഒരു വശം വേദനയാ ഇവിടുത്തെ ഭാഗത്ത്. അപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലുള്ള പഞ്ഞിയൊന്നും എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ പഴയ തുണി ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ഈ ചങ്ങലമ്പരന്റെ എണ്ണ, ഇതിനകത്ത് 47 കൂട്ട് മെഡിസിനാ. ഇതൊരു ശകലം ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇതിനകത്തോട്ട് ശകലം ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം ഇത് കുതിർന്നിരിക്കുമല്ലയോ, എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെക്കണം. ഇപ്പൊ നമുക്ക് പഞ്ഞിയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ പഞ്ഞിയൊന്നും ചിലപ്പോൾ കാണത്തില്ല. എന്നിട്ട് ആ മുട്ടിന്റെ വശം, ഇപ്പം മുട്ടുവേദനയായാലും പെടലി വേദനയായാലും ഇപ്പൊ കൈയുടെയൊക്കെ ആണെങ്കിലും ആ വേദനയുള്ള സ്ഥലത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് നല്ലതായിട്ട് വെക്കുക. മുട്ടിനാണെങ്കിൽ മുട്ടിന് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് ഇവിടെ വേദന, ഇവിടെ ആണെങ്കിൽ മുട്ടിന് ചേർത്ത് വെച്ചിട്ട് നല്ല വൃത്തിക്ക് തൈലം കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു തുണി ഇങ്ങനെ എടുക്കണം. എടുത്തതിന് ശേഷം ഇങ്ങനെ അങ്ങ് കെട്ടണം. ഇതുപോലെ ഒന്ന് കെട്ടണം. കെട്ടിക്കഴിഞ്ഞിട്ട് ഇത് മാക്സിമം ഒരു 3-4 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കണം. അപ്പം തലേദിവസം കെട്ടിയിട്ട് കാലിങ്ങനെ പൊക്കി വെച്ചാൽ കിടന്നാൽ മതി. കിടന്നു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാവുന്നത്. നമ്മളൊരു 13 വർഷം കൊണ്ട് ഈ ഒരു ഓയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡ്രഗ് ലൈസൻസും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചങ്ങലംപരണ്ട ചെടി. അപ്പൊ ഇത് ചങ്ങലംപരണ്ട എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു 3-4 വെറൈറ്റി ഉണ്ട്. അതിനകത്ത് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ഇതാണ്. അപ്പൊ ഈ ഒരു സാധനമാണ് പ്രധാനമായിട്ട് നമുക്ക് അതിനകത്ത് ചേരുന്നത്, നമ്മുടെ ചങ്ങലംപരണ്ട എണ്ണയിൽ. ഇനി അടുത്ത ഒരു സാധനം കാണിക്കാം. ഈ കാണുന്ന എല്ലാം ഔഷധ കാടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിലാമ്യൂസിൽ 1600 ഔഷധ ചെടിയാണുള്ളത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ഇതുണ്ടോ, ഇത് ഞരമ്പോടൽ എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ നരമ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ ഈ എണ്ണയ്ക്കകത്ത് മെയിനായിട്ട് ചേരുന്ന ഒരു ഐറ്റം ഇതും കൂടാണ്. ഇതുപോലെ 48 കൂട്ട് മെഡിസിൻ ചേർത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എണ്ണ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഈ നരമ്പോടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇല എടുത്തിട്ട് നല്ല വൃത്തിക്ക് ഞെവിടിയിട്ട് എടുത്താൽ പോലും അതിന്റെ ഒരു നരമ്പ് പോലും പൊട്ടിപ്പോത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനമാണിത്. ഇത് കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്, അങ്ങനെ പല രീതിയിലും ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം ചെയ്യേണ്ടത്. പക്ഷെ ഈ ഒരു എണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊക്കാൻ പറ്റാത്ത കൈ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് തേച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. നടുവിന് നല്ല റിസൾട്ട് ഉണ്ട്, പെടലിക്കുണ്ട്, മുട്ടിനുണ്ട്, എല്ലാത്തിനും നല്ല റിസൾട്ടുള്ള എണ്ണയാണ് നമ്മുടെ ഈ ഒരു ചങ്ങലംപരണ്ട എണ്ണ. അപ്പം നമ്മുടെ ഈ എണ്ണ ആവശ്യമുള്ളവർ നമ്മുടെ ഈ വീഡിയോയിൽ നമ്പറുണ്ട്, നമുക്ക് വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരാം.